ഹായ് ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി കണ്ടിട്ടല്ലേ. അപ്പോൾ ദേ ഞാൻ 4 ദിവസത്തെ ലീവിന് നാട്ടിൽ പോവാണ് കേട്ടോ. ഞാൻ നാട്ടിൽ പോകുമ്പോഴാണ് വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പം മക്കൾക്കുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തി. ആമിക്കുട്ടി കുളിച്ച് റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി അവളെ എടുത്തു വെച്ച് കുറേ നേരം കൊഞ്ചിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മാറത്തില്ല കേട്ടോ. പിന്നെ പുറത്തൊക്കെ കൊണ്ട് നടന്ന് ചോറൊക്കെ വാരിക്കൊടുത്തു. പറമ്പിലൊക്കെ കൊണ്ട് നടക്കണം അവളെ. കാക്കയും പൂച്ചയൊക്കെ കാണിച്ചു. പിന്നെ ഇവിടുത്തെ പറമ്പിൽ മരങ്ങളൊക്കെ ഒത്തിരി ഉള്ളത് കാരണം പലതരത്തിലുള്ള കിളികളും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ കാണിച്ച് കുറച്ച് ചോറൊക്കെ വാരിക്കൊടുത്തു. അപ്പോഴാണ് ഒക്കെ ഒരു അപ്പൂപ്പൻ താടി കിട്ടിയത്. പിന്നെ അതൊക്കെ പറപ്പിച്ച് നടന്ന് കുറേ സമയം കളഞ്ഞു. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ ഒരുപാട് മരങ്ങളുണ്ട്. തൊട്ടപ്പുറത്തെ പറമ്പാണ് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള കിളികളൊക്കെ വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് മാങ്ങാക്കറിയായിരുന്നു. മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ പച്ചമാങ്ങ വെച്ച് കറി വയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മത്തിക്കറി ഉണ്ടായിരുന്നു. സാധാരണ മത്തിയല്ല, വട്ടമത്തി, നിറയെ മുള്ളുള്ള മത്തിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പേര് പറയുക? പിന്നെ നങ്ക പറ്റിച്ചതുണ്ടായിരുന്നു. അത് തേങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ട് പറ്റിച്ചത്. പിന്നെ ഞാൻ ഉച്ചയ്ക്കൊരു സംഭാരം വാങ്ങിയിരുന്നു. തണുപ്പായതുകൊണ്ട് കുടിച്ചില്ല. അപ്പോൾ ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് അതും കൂടി എടുത്തു. അങ്ങനെ ഞാൻ നല്ല സംതൃപ്തിയായിട്ട് ചോറുണ്ടു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചോറിൻ്റെ അളവൊക്കെ കൂടുതലാണ് കഴിക്കാറ്. നമ്മളുടെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ വയറ് നിറയെ കഴിച്ചു. പിന്നെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ദേ മാവൊക്കെ നിറച്ച് പൂത്ത് മാങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ ഇരുമ്പമ്പുളി ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടായിട്ടുണ്ട്. അച്ചാർ വെച്ചാലും ഉപ്പിലിട്ടാലും ഉണക്കി വെച്ചാലും ഒക്കെ തീരില്ല, അതേപോലെ ഉണ്ട്. കുറേയൊക്കെ പഴുത്ത് വീണ് പോകും കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ നോക്കി വൈകുന്നേരം ആയപ്പോൾ മോൻ വന്നു. പിന്നെ നമ്മുടെ ലോകത്തേക്ക് മടങ്ങി കേട്ടോ.